നമ്മുടെ കർത്താവായ യേശു നസ്രത്തിൽ എഴുന്നേറ്റ് നിന്ന് വായിച്ച വേദഭാഗം ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതരെ വിട്ടയപ്പാനും യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിപ്പാനും ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ആ മോട്ടിവേഷനാണ് കർത്താവ് കൊടുത്തത്. അതിനകത്തൊരു പ്രത്യേക വാക്കുണ്ട്, യഹോവ എന്നെ അതിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പം ഈ സുവിശേഷം പറയാൻ അഭിഷേകം ആവശ്യമാണെങ്കിൽ യേശുവിന് അഭിഷേകമാണെങ്കിൽ നമുക്കും വേണം. ഞാൻ ഈ സഭകൾ സന്ദർശിക്കുമ്പോൾ ഇവർ പ്രസംഗിക്കുന്നത് എന്നതാണെന്നാണ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു 100ഓളം സഭ സന്ദർശിച്ചാലും കേൾക്കാൻ കഴിയുന്ന ഒരു വാക്കിതേ ഉള്ളൂ, ദൈവം നല്ലവനാണെന്നാണ്. നമ്മുടെ കർത്താവ് നല്ലവനാണ്, നിന്നെ നടത്തും എടുക്കുമെന്നൊക്കെ പറഞ്ഞ് തീരുക. ദർ ഈസ് നോ മോട്ടിവേഷണൽ പ്രീച്ചിങ്. ചലഞ്ചില്ല. കാൾ മാർക്സ് റഷ്യയിൽ 2 വാക്കേ പറഞ്ഞുള്ളൂ: അഖില ലോക തൊഴിലാളികളെ ഉണരുവിൻ, കിട്ടിയാൽ ഒരു സാമ്രാജ്യം, പോയാൽ ഒരു ചങ്ങല. ആ വാക്കാണ് കാൾ മാർക്സ് കമ്മ്യൂണിസത്തിന് അടിസ്ഥാനമായി പറഞ്ഞത്. കാരണം ദാരിദ്ര്യവും പട്ടിണിയും നിരാശയും അനുഭവിച്ച് ജനത്തെ വിടിവിക്കാൻ അയാൾ കണ്ട മാർഗം അതാണ് റഷ്യൻ വിപ്ലവം. ജനം ഏറ്റെടുത്തു. റഷ്യൻ വിപ്ലവത്തിൽ സകലവും തകർത്തു. ജനങ്ങളുടെ ഉള്ളിൽ തീ കയറാതെ എന്നാ കണ്ടാലും ഒന്നും ആകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രീലങ്കയിൽ മുസ്ലിം ക്രിസ്ത്യാനി പള്ളി തകർത്തത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവന് 14 ഭാര്യമാരെ കിട്ടുമെന്നും പറഞ്ഞ. അപ്പം അവൻ്റെ ഉള്ളിൽ കയറിയ ആശയം മത നേതാക്കന്മാർ വെച്ചു കൊടുത്ത് അവൻ അതുപോലെ ചെയ്യും. ഏറ്റവും ശരി അത് പറയാൻ പോകുന്നില്ല, പിന്നെ ദൈവം തീരുമാനിക്കും. മോട്ടിവേഷനല്ല നമ്മുടെ പ്രസംഗങ്ങൾ. ദൈവം നല്ലവനാണെന്ന് എല്ലാവർക്കും അറിയാം, അത് പറയാനല്ല നിന്നെ വിളിച്ചത്. ബട്ട് വാട്ട് ആർ യു ഡൂയിങ് ഫോർ ക്രൈസ്റ്റ്? ബദ്ധന്മാരെ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ. ദരിദ്രരെന്ന് പറഞ്ഞാൽ ആത്മാവിലെ ദരിദ്രരുടെ കാര്യമല്ല, ശരിയായ ദരിദ്രരുടെ കാര്യമാണ്. ക്രിസ്തുമതമാണ് ലോകത്തിന് വിടുതൽ കൊടുത്തത്. ലോകം മുഴുവനുള്ള വിടുതലിൻ്റെ കാരണം, റിവൈവലിൻ്റെ കാരണം ക്രിസ്ത്യാനിറ്റിയാണ്. മിഷണറിമാർ കടന്നു ചെന്ന് ചലഞ്ച് ചെയ്തു. ആഫ്രിക്കയിലെ വൻകാടുകളിലും ഫീജിയിലെ വൻകാടുകളിലും ലോകം മുഴുവൻ ലോകത്തെ നവീകരിച്ചത് ബദ്ധന്മാർക്ക് വിടുതൽ വേണം. ലക്ഷങ്ങൾ ഇന്ന് കുമ്പനാടിൻ്റെ ചുറ്റും ബദ്ധന്മാരുണ്ട്. ലക്ഷങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ബദ്ധന്മാരുണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പീഡിതരെ വിട്ടയക്കണം. ക്രിസ്തീയ സഭയാണ്, ദൈവസഭയാണ് ലോകത്തിൽ നവീകരണത്തിന് വേണ്ടിയിട്ടും ഉണർവിന് വേണ്ടിയിട്ടും ശക്തിയായി നിന്ന സഭ ക്രിസ്തീയ സഭ. അത് കർത്താവിൻ്റെ സ്നേഹമാണ്. പീഡിതർക്ക് വിടുതൽ കൊടുക്കണം. ഭാരതത്തിലെ തകർന്നു കിടന്ന ജനത്തെ സതിയും നരബലിയും ദുഷ്ട ഉപദേശങ്ങളും മന്ത്രവാദവും പൈശാചികവുമായി കിടന്നപ്പോൾ അതിനെ തടഞ്ഞത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ആ ആത്മാവ് നമുക്കുണ്ടായിരിക്കും. ബദ്ധന്മാർക്ക് വിടുതൽ വേണം, അതിന് അഭിഷേകം വേണം. നമുക്ക് ബ്രദറുകാരേക്കാൾ കൂടുതൽ ഒരു വിഷയമുള്ള അഭിഷേകം, അതാ പെന്തക്കോസ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് സഭ വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. 1000 സഭകൾ, 1000 പേരുള്ള സഭകളുടെ പ്രത്യേകത അവിടെ ചെന്നാൽ അറിയാം. ആത്മാവിലുള്ള ആരാധനയും വിടുതലും അവിടെയുള്ളത്. അതുകൊണ്ടാണ് ഈ ഉണങ്ങിയ പ്രസംഗങ്ങൾ കൊണ്ട് മോട്ടിവേഷനല്ല, ചലിക്കുന്നില്ല, ജനം ചലിക്കുന്നില്ല, ചാടുന്നില്ല. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ മഹാത്മാഗാന്ധിയോട് ചോദിച്ചു, താൻ ഇന്ത്യ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുമോന്ന്. എടാ, സാമ്രാജ്യമുള്ള ഞങ്ങളുടെ കയ്യിൽ നിന്ന് നീ ഇന്ത്യ പിടിക്കുമോ എന്ന് മഹാത്മാഗാന്ധിയോട് ചോദിച്ചു. ആ അന്നത്തെ വൈസ്രോയ് മഹാത്മാഗാന്ധി പറഞ്ഞു, പിടിക്കുമെന്ന് പറഞ്ഞു. എന്നാ കാരണമെന്ന് ചോദിച്ചു. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും എന്ന് പറഞ്ഞത് ബൈബിളിൽ നിന്നാണ്. നീ എന്നെ അടിച്ചാൽ ഇവിടം കാണിക്കും. ബ്രിട്ടീഷുകാർ തോറ്റുപോയി. ഒരു ആദർശത്തിൻ്റെ മുമ്പിൽ അത് ഉള്ളിൽ ചലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ചുമ്മാ ഞായറാഴ്ച പുസ്തകം എടുത്തുകൊണ്ട് സങ്കീർത്തനം വായിച്ചുകൊണ്ട് ജനം ഉണരുകയില്ല. മോട്ടിവേഷണൽ പ്രീച്ചിങ്. ജനം ചലിക്കണം, ചാടണം, ബൈബിൾ എടുത്തുകൊണ്ട് വെളിയിൽ ഓടണം.
ഇത് വന്നു ഉറങ്ങി ആയാറാം കയറാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇന്ന് നമ്മുടെ പ്രസംഗങ്ങളെല്ലാം മാറണം. സഭയിലൊക്കെ ആളില്ലാത്തതിൻ്റെ കാരണം വെച്ചാൽ നിന്റെ ഒരു ചരക്കും ഇല്ല മോനെ. വെറുതെ നീ വരിക മനുഷ്യനെ പറ്റിക്കാനായിട്ട്. ഞായറാഴ്ചയായിട്ട് ചലിക്കണം, ഇന്ത്യയെ പിടിക്കണം, ദർശനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യം എൻ്റേതാണെന്ന് അവകാശപ്പെടണം. ഈ രാജ്യത്ത് ഞാൻ കോട്ടയത്ത് 45 കൊല്ലം താമസിച്ചു. 41 കൊല്ലം ഇപ്പോൾ പെരുമ്പാവൂരായിരിക്കുന്നു. 50 കൊല്ലം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പം IPCയുടെ വേല തുടങ്ങിയിട്ട് അന്ന് 4 സഭയാണ് ഉണ്ടായി. ഞാൻ പോയത് ഇത് തന്നെയാണ്. കാരണം ഞാൻ ലോകം മുഴുവൻ, ഞാനൊരു കപ്പൽ ജോലിക്കാരനായിരുന്നു, ലോകം മുഴുവൻ പോയി കണ്ടതാണ്. സുവിശേഷം പ്രചരിച്ചെടുത്ത വ്യത്യാസം ഞാൻ കണ്ടു. അതാണ് എന്നെ ചലിപ്പിച്ചത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ തീയെ കത്താൻ ദൈവം നമുക്ക് ഇടയാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ആവേശം നമുക്കുണ്ടാകണം, ഒരു ഡിസയർ, സ്ട്രോങ് ഡിസയർ. ചത്തേ ഒക്കെ ഉള്ളൂ. ഇന്ന് 112 സഭകൾ വടക്കൻ തിരുവിതാംകൂറിലുണ്ട്. ഒരു ദർശനത്തിൽ പ്രവർത്തിച്ചതാണ്. സഭകളുണ്ടാകും. നീ ഒന്നും ചെയ്യണ്ട, നീ അവിടെ നിന്നാൽ മതി. നിനക്ക് ദർശനമുണ്ടോ? കാശ് വരും. നിനക്ക് ദർശനമുണ്ടോ? സഭ പണിയും. നിനക്ക് ദർശനമുണ്ടോ? ദേശം കീഴടങ്ങും. ആമേൻ. പ്രാർത്ഥനയും പരിശുദ്ധാത്മാവും ഉണ്ടെങ്കിൽ നടക്കും. മിലിറ്ററിയിൽ ARP എന്നൊരു സെക്ഷനുണ്ട്. അത് എയർഫോഴ്സിലാണ്. ARP എന്ന് പറഞ്ഞാൽ എയർ റെയ്ഡ് പ്രൊട്ടക്ഷൻ, ആകാശത്തിൽ നിന്നുള്ള വെടി യുദ്ധം. പെന്തിക്കോസ്തുകാരുടെ എല്ലാ സ്ഥലത്തും ഒരു ARP വേണം. സ്വർലോകങ്ങളിലെ അന്ധകാര ശക്തികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ, പൈശാചിക ശക്തികൾക്കെതിരെ പോരാടാൻ കഴിവുള്ള പാസ്റ്റർമാർ. അതാ നമുക്കിന്ന് ആവശ്യം. നോട്ട് സിംപ്ലി എ മെസ്സേജ്. ആർക്കും ഒരു മെസ്സേജ് ഉണ്ടാക്കാം, പുസ്തകം കൊണ്ട് മെസ്സേജ് ഉണ്ടാക്കാം, 2000 പ്രസംഗം. അതല്ല ആവശ്യം. വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇന്ത്യൻ പെന്തക്കോസ്ത് 3000 അല്ല, ലക്ഷങ്ങളാവും. ഇപ്പോൾ വലിയ എതിരുകളുണ്ട്. യാചകരും പാസ്റ്റർമാരും ഇതിലെ വരരുതെന്ന് എഴുതി വെച്ച ബോർഡ് ഇന്നിപ്പോൾ വടക്കേ ഇന്ത്യയിലായി കഴിഞ്ഞു. പെന്തക്കോസ്തുകാർ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. അപ്പം ഇതിൻ്റെ നടുക്ക് വി നീഡ് എ ചേഞ്ച്. നമ്മുടെ പ്രസംഗത്തിൽ ഒരു മാറ്റം വേണം. നമ്മുടെ ശുശ്രൂഷയിൽ ഒരു മാറ്റം വേണം. പഴയ ചടങ്ങിലുള്ള ശുശ്രൂഷ നടത്തരുത്. തമ്പുരാനെ ഓർത്ത് പഴയ ചടങ്ങിലുള്ള ശുശ്രൂഷ നടത്തരുത്. പ്രൈസ് ദി ലോർഡ്. ജോൺ വെസ്ലിയുടെ സഭയിൽ ഉണർവെന്ന് പറഞ്ഞാൽ പകുതി പാട്ടായിരുന്നു. പാട്ടും ഉണർവുമായിരുന്നു ജോൺ വെസ്ലിക്ക്. സഭയിൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങി ഇറങ്ങി പോകുന്ന അനുഭവമല്ല. പാസ്റ്ററെ വരാം, തരാം. ഹല്ലേലൂയ. പെട്ടിന്ന് കാശ് തന്നെ ഇറങ്ങും, ഇവൻ എടുത്ത് തരും. അതിനുള്ള ഒരു ചലഞ്ച് നമുക്കില്ല. പേടിച്ച് വിറച്ചുള്ള ശുശ്രൂഷയും ഇതൊന്നും അല്ല നമുക്ക് ആവശ്യം. ഇന്ത്യൻ പെന്തക്കോസ്തിന് അടിസ്ഥാനമിട്ടവർ ധീരന്മാരായിരുന്നു. അവർക്കൊരു ദർശനമുണ്ടായിരുന്നു. പാസ്റ്റർ PM ഫിലിപ്പിന്റെ കൂടെ ഞാൻ ഏറിയ വർഷങ്ങൾ കോട്ടയത്ത് അനുഭവിച്ചിട്ടുണ്ട്. അനുഭവം എവിടെ ചെന്നാലും, ബ്രദർ നമുക്കിവിടെ ഒരു വേലയുണ്ടാകണം, നമുക്കിവിടെ ഒന്ന് പ്രസംഗിക്കണം. കാറ് നിർത്തും, വണ്ടി നിർത്തും. ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സ്പിരിറ്റ് വേണ്ട ഇവിടെ എല്ലാം പിടിക്കണമെന്ന്. ഈ സ്ഥലം എൻ്റേതാണെന്ന് നീ കൈ ചൂണ്ട, ദൈവം അത് നിനക്ക് തരും. പാസ്റ്റർമാരാ ഉണരേണ്ടത്, വിശ്വാസികളല്ല. പാസ്റ്റർമാർ ഈ ദിവസങ്ങളിൽ ഉണരണം. അവരാണ് കൃപ പ്രാപിക്കേണ്ടത്. അവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കെതിരായി ഒരു ശക്തി നിൽക്കുകയല്ല, നിന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിർത്തിയിരിക്കുക. ആമേൻ. കർത്താവിന് സ്തോത്രം. വിശ്വാസികളെ ഒന്നും പറഞ്ഞിട്ട് കുറ്റമൊന്നുമില്ല. ഇടയെ നടത്തുന്നതിലെ അവർ പോകുന്നേ ഉള്ളൂ. നിനക്ക് ഉണർവുണ്ടോ? അവർക്ക് ഉണർവുണ്ട്. നിനക്ക് ഉണർവില്ലേ? അവർക്ക് ഉണർവില്ല. ഇതിന്റെ ഉത്തരവാദി ആരാ? ഇതിന്റെ ഉത്തരവാദി ആരാന്ന്? നീ തന്നെ. സഭ നയിക്കുന്ന നീയല്ലേ? നിന്റെ സങ്കീർത്തന വായന കഴിഞ്ഞ ആളുകൾ ചത്തിറങ്ങി പോകരുത്, മരിക്കരുത്. സഭയ്ക്കകത്തിരുന്നു ഒരു ഉണർവ് നമുക്ക് തന്നെ ഉണ്ടാകണ്ടേ? ഇത് പേടിയാ. 3 കൊല്ലം കഴിഞ്ഞ് നിന്നെ ട്രാൻസ്ഫർ ആക്കിക്കോട്ടെ, ആയാലും വേണ്ടിയല്ല. ഇവിടെ ചത്ത തീരും. ഇവിടെ ആത്മാക്കൾ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു പോയാൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. ബദ്ധന്മാരെ വിടുവിക്കണം,
കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കണം, പീഡിതരെ എന്ത് ചെയ്യണം? വിടുവിക്കണം. പേടിക്കണ്ട. അതാ കർത്താവ് വന്ന ശുശ്രൂഷ. ലോകം മുഴുവൻ വെളിച്ചം വീശിയ യേശുവിൻ്റെ തേജസ്സിന്റെ സുവിശേഷം അഭിഷേകത്തിന്റെ ശക്തിയാൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പാറക്കലീത്തോ എൻ്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ റെസിഡൻസാണ്. സ്വർഗത്തിൽ കാര്യസ്ഥൻ കർത്താവ്, ഇവിടെ കാര്യസ്ഥൻ പരിശുദ്ധ റൂഹ. ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിനോടാണ്. തെറ്റായിരിക്കും, ഉപദേശം തിയോളജി പഠിച്ചവരെല്ലാം ഓരോന്ന് പറയും. ഇവിടെ ഒരുപാട് തിയോളജി കയറിയതായി കുഴപ്പം പറ്റിയത്. അല്ലായിരുന്നു ഇത്രയും കുഴപ്പം വരികയില്ല. ഹോളി സ്പിരിറ്റ് യു കം. ഈ യോഗത്തെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. നീ കൈ ചൂണ്ടിയാൽ അവിടെ ഇരിക്കും. നിനക്കുള്ള അധികാരം തന്നാ വിട്ടിരിക്കുന്നത്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പിന്നെ പേടിക്കാനാ? പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ട്, പുത്രൻ കൂടെ ഉണ്ട്, അതെ പിതാവ് കൂടെ ഉണ്ട്, ദൂതന്മാർ കൂടെ ഉണ്ട്. ദൂതനെ വിളിക്കാനുള്ള പവർ നിനക്കുണ്ട്. അറിയാവോ? സേവകാത്മാക്കൾ ആവശ്യത്തിന്റെ മുഖത്ത് ദൂതനെ വിളിച്ചാൽ കാണാൻ കളി. നിനക്കെതിരെ വരുന്നവൻ കാണുകയില്ല. ദൈവനെ അടിച്ചു മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കെതിരെ നിൽക്കാമെങ്കിലവനെ ദൈവം അടിച്ച് മാറ്റിക്കളയും. പവർ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പാസ്റ്റേഴ്സിന്റെ പ്രസംഗങ്ങൾ ചലനാത്മകമായിരിക്കണം. ഭാഷ മോശമാണേലും നിന്നെ കാണുമ്പോൾ തന്നെ അവൻ ഇളകണം കേട്ടോ. വലിയ ഭാഷയൊന്നുമില്ല, എന്നാലും ഒരു ഉണർവുണ്ടല്ലോ. പാട്ടും ഈ പണ്ടൊക്കെ ഡ്രം അടിക്കുമായിരുന്നു. ഈ മിലിറ്ററിക്ക് എന്തിനാ ഡ്രം വെച്ചിരിക്കുന്നത്? എന്തിനാ ഡ്രം? നമ്മുടെ ചപ്പളാങ്കട്ട വെച്ചില്ലല്ലോ. അതിനാ വെക്കാഞ്ഞേ? മിലിറ്ററി മാർച്ച് ചെയ്യുമ്പോൾ ഓർഗൻ വെച്ചില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ബാൻഡ് അടിച്ച് കഴിയുമ്പോൾ തെക്കും തിളയ്ക്കും. അതാ കാരണം. അതാ കാരണം. അല്ല ചപ്പളാങ്കട്ടയല്ല. ഇവിടെ പെന്തിക്കോസ്കാരുടെ ബ്രദർ. അതെ, ഈ ദൈവത്തിന് സ്തോത്രം. ഈ തമ്പേർ അടിച്ച് പാട്. സഭ ഉണരും. പണ്ടങ്ങനെ ചെയ്തല്ലോ. ഹല്ലേലൂയ. തമ്പേർ അടിച്ച് പാട്. ജനം ഉണരും. രക്തത്തിൽ മാർച്ച് കയറും. ഹല്ലേലൂയ. കാശ്മീർ അല്ല, എവിടെയാണേലും മാർച്ച്. ഞാൻ ഇന്ത്യയുടെ സൈനികനാ. പേടിയുണ്ട്, എനിക്ക് വിഷയമല്ല. കാരണം അവന്റെ ബാൻഡ് കേട്ട് കഴിയുമ്പോൾ, അവന്റെ ദേശീയ പതാക ഉയർന്നു കഴിയുമ്പോൾ അവന്റെ രക്തം തിളയ്ക്കും. അതാ മിലിറ്ററി. നമ്മളും ഒരു മിലിറ്ററിയാ. നമ്മൾ സോൾജേഴ്സ് അല്ലേ? ഞാനൊരിടത്ത് ചെന്നപ്പോ ഉറക്കമാ. എന്റെ ആദ്യത്തെ പാട്ടാ. ഉണർവ് പാട്ട് പാട്. പാട്ട് തെരഞ്ഞെടുത്തോണ്ട് ഒന്ന് പാട്. സഭ ഉണരട്ടെ. ഹല്ലേലൂയ. ചുമ്മാതെ തളർത്താതെ ജനത്തെ. ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.